ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ഒരു 1K 2K 5K 25K ഒക്കെ പോയിട്ടുണ്ട്. അതായത് 25,000 5,000 ഒക്കെ പേര് കാണുന്നുണ്ട്. പിന്നീട് ആ ഒരു കുതിപ്പിന് ശേഷം പിന്നീട് സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? പിന്നീട് ഒരു വ്യൂസ് പോലും കിട്ടാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനത്തെ അവസ്ഥ വരുന്നത്? ഞാനടക്കമുള്ള പല യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ഇതിന് ഒരുപാട് സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കിക്കൊണ്ട് നിങ്ങളുടെ ഹാഷ്ടാഗുകൾ മാറ്റി കൊടുക്കൂ, അല്ലെങ്കിൽ ക്യാപ്ഷൻ മാറ്റി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ടും നിങ്ങൾക്ക് വർക്ക് ആവാതിരിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം, ഈ 2026 നിങ്ങൾ ആ ഒരു കാര്യം തിരിച്ചറിയുക. ഒരു 1000 വ്യൂസോ അല്ലെങ്കിൽ ഒരു 3000 വ്യൂസോ അല്ലെങ്കിൽ ഒരു 10,000 വ്യൂസോ ഒന്നും യൂട്യൂബിൽ ഷോർട്സിൽ വലിയൊരു വ്യൂസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ 2024 മുതൽ 25-26 കാലഘട്ടങ്ങളിൽ ഭയങ്കര ബൂസ്റ്റിംഗ് ആണ്. അതായത് ഷോർട്ട് വീഡിയോസിന് യൂട്യൂബ് നൽകുന്നത് ഭയങ്കര ബൂസ്റ്റിംഗ് ആണ്. ഈ ഒരു ബൂസ്റ്റിംഗിന്റെ ഫലമായിട്ടാണ് നമ്മുടെ വീഡിയോസ് എത്ര പേരിലേക്ക് എന്നുള്ളത്. നമ്മളൊരു ഷോർട്ട് വീഡിയോസ് ഇടുന്ന ഉടനെ തന്നെ യൂട്യൂബ് ഒരു സാമ്പിളിംഗ് റെക്കമെൻഡേഷൻ അങ്ങോട്ട് നടത്തും. അതായത് ഇതൊരു 3000 പേരിലേക്ക് അങ്ങോട്ട് പറഞ്ഞയക്കും. ഈ 3000 പേരിൽ നിന്ന് എത്ര പേര് കാണുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ഒരു വീഡിയോസ് ഇടുന്ന ഉടനെ തന്നെ ഇതൊരു ആ ഒരു കൗണ്ടിങ് പെട്ടെന്ന് കൂടിയിട്ട് ഒരു സ്റ്റക്കായിട്ട് അവിടെ നിൽക്കാൻ കാരണം ഇത് എത്ര പേര് കണ്ടു എന്നുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പാണ് യൂട്യൂബ് എടുക്കുന്നത്. അതിൽ ആദ്യം അയച്ച ഈ 3000 പേരിൽ എത്ര പേര് കണ്ടു എന്നുള്ളതിനെ നോക്കിയിട്ടാണ് യൂട്യൂബ് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുന്നത്. രണ്ടാമത് ഈ വീഡിയോസിന്റെ മൊമെന്റം എത്രയുണ്ടെന്ന് നോക്കിക്കൊണ്ടാണ് പിന്നീട് എത്ര പേർ കണ്ടു എന്നുള്ളത്, എത്ര സമയം കണ്ടു എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചായിരിക്കും രണ്ടാമത്തെ ഒരു ബ്രോഡ് ഓഡിയൻസിലേക്കാണ് പിന്നീട് വീഡിയോസ് അയക്കുന്നത്. അതിൽ എത്ര പേര് കണ്ടു, അതിൽ അവർ ഇത്ര പേര് കണ്ടു, അല്ലെങ്കിൽ അതിൽ യൂട്യൂബിന്റെ ഒരു മാർജിൻ കിട്ടിയില്ല എന്ന് വെക്കുക, അവിടെ സ്റ്റക്കായി വീഡിയോസ്. പിന്നീട് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ആ വീഡിയോസ് പിന്നീട് കയറില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ കുതിപ്പിൽ എത്രയാണോ വ്യൂസ് കിട്ടുന്നത് അതായിരിക്കും അതിന്റെ മാക്സിമം വ്യൂസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് അങ്ങോട്ട് കയറണമെങ്കിൽ, അതായത് നിങ്ങൾ ഒരു വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് വൈറൽ ആണോ അല്ലേ എന്നുള്ളത്. ഇന്ന് 1K 2K 3K 4K 5K എന്ന് പറഞ്ഞ് ഇങ്ങനെ മില്യൺസിലേക്ക് ഇങ്ങനെ കയറിപ്പോകും. ഒരു വീഡിയോസും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 1Kയോ 2Kയിലോ അങ്ങോട്ട് ഇങ്ങനെ ചത്ത് കിടന്നതിന് ശേഷം ഒരു 20-30 ദിവസം കഴിഞ്ഞ ശേഷം അത് കയറിപ്പോയ ചരിത്രമില്ല, പ്രത്യേകിച്ച് 2025 2026 ഘട്ടത്തിൽ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇട്ടതിന് ശേഷം ഒന്നും നമ്മുടെ കൈകളിലല്ല എന്നുള്ള സത്യം കൂടെ തിരിച്ചറിയുക. അപ്പോൾ നമ്മളൊരു വീഡിയോസ് ഇട്ടതിന്റെ ആദ്യത്തെ കുതിപ്പ് എങ്ങനെയാണോ, ആ ഒരു കുതിപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ആ സത്യം തിരിച്ചറിയുക. ആ വീഡിയോസിന്റെ റീച്ച് അവിടെ അവസാനിച്ചു എന്നുള്ളത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ഓഹോ, എന്നാ പിന്നെ ഈ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഉള്ള ആളുകൾക്ക് പിന്നീട് അങ്ങോട്ട് വീഡിയോസ് കയറി പോകുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ 5 ലക്ഷവും 10 ലക്ഷവും ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ ട്രാഫിക്കിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ 3000 പേരിലേക്ക് നോട്ടിഫിക്കേഷൻ അയച്ചുകൊണ്ട് അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് യൂട്യൂബ്. നേരെ മറിച്ച് ഇവിടെ 5 ലക്ഷം പേരിലേക്ക് അയച്ചിട്ടുണ്ട് യൂട്യൂബ്, നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ. അതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഇഷ്ടം പോലെ നോട്ടിഫിക്കേഷൻ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 5 ലക്ഷത്തിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞ വീഡിയോസ് 1 മില്യൺസിലേക്ക് എത്താൻ വലിയ ഒരു സമയം വേണ്ട എന്നുള്ളതാണ്. ഈ 1 മില്യൺസും 2 മില്യൺസും ആയ വീഡിയോസും ഇതേപോലെ തന്നെയാണ് അവസ്ഥകൾ എന്നുള്ളത്. പിന്നെ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു, ആളുകൾക്ക് എത്രത്തോളം മുന്നോട്ട് പോയി ആ വീഡിയോസിനോടുള്ള ഇഷ്ടം എവിടെ ആളുകൾക്ക് അവസാനിക്കുന്നുവോ അവിടെയാണ് ആ വീഡിയോസിന്റെയും 1 മില്യൺസിന്റെയും 2 മില്യൺസ് ആയാലും ഇനി 10 മില്യൺസ് ആയാലും ആ വീഡിയോസിന്റെ അവസാനം അവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ അതും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, ഇതും ഇവിടെ അവസാനിച്ചു എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ഇതുപോലെ കുതിച്ച് കയറാൻ ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോസ് വൈറലാക്കി എടുക്കാം എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വലിച്ചു നീട്ടി വലിയ ഷോർട്ട് വീഡിയോസിന് ആവശ്യമല്ലാത്ത ലെങ്ത്തും ലാഗും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ഷോർട്ട് വീഡിയോസ് ആവശ്യപ്പെടുന്ന ലെങ്ത് നിങ്ങൾ മാക്സിമം മുറിച്ച്, അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് വീഡിയോസിന് ആവശ്യമായിട്ടുള്ള 1 മിനിറ്റിൽ പറയേണ്ട കാര്യം നിങ്ങൾക്ക് 25 സെക്കൻഡോ 30 സെക്കൻഡിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും 30 സെക്കൻഡിൽ ആ വീഡിയോസ് ഒതുക്കുക എന്നുള്ളതാണ്. ഈ വലിയ മെയിൻ വീഡിയോസിനെ പോലെ ഷോർട്ട് വീഡിയോസിനും എത്ര മിനിറ്റ് വീഡിയോസ് കണ്ടു എന്നുള്ള ആവറേജ് ഡ്യൂറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് അനുപാതമാക്കിയിട്ടാണ് വീഡിയോസ് പിന്നീട് റെക്കമെൻഡേഷൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ സമയം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിന് ഒരു 60 മിനിറ്റുള്ള വീഡിയോസ്
60 സെക്കൻഡ് ഉള്ള വീഡിയോസ് ഒരു വ്യക്തി എത്ര പെർസെന്റേജ് കാണണമോ അതിന്റെ പകുതി കണ്ടാൽ മതി 30 സെക്കൻഡുള്ള ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ വീഡിയോസ് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വീഡിയോസിൽ ഹൂക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോസിൽ ഒരു 30 സെക്കൻഡിന്റെ വീഡിയോസ് ആണെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ജനങ്ങളെ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഭാഗം, അത് ആദ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആദ്യത്തെ 3 സെക്കൻഡിനും 5 സെക്കൻഡിനും ഇടയിലും ആ ഹൂക്ക് സംഭവിച്ചിരിക്കണം എന്നുള്ളതാണ്. എങ്കിലാണ് അവിടെ മുതൽ വീഡിയോസ് ആളുകൾ മുന്നോട്ട് കാണൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഹുക്കിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, മൂന്നാമത്തെ ഒരു കാര്യം പ്രധാനമായും നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് വീഡിയോസിന്റെ സസ്പെൻസ് ആദ്യം തന്നെ കാണിക്കാതിരിക്കുക. പലരും പല വീഡിയോസും ചെയ്യുമ്പോൾ ആ വീഡിയോസ് ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സസ്പെൻസുകൾ ഉണ്ടാവും. ഈ സസ്പെൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ 30 സെക്കൻഡിൽ 27ാമത്തെയും 25ാമത്തെയും സെക്കൻഡ്സിലായിരിക്കണം ഈ സസ്പെൻസ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ പറയുകയാണെങ്കിൽ അവസാനം വരെ കാണാനുള്ള ഒരു ത്വര പ്രേക്ഷകരിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നമുക്ക് നാലാമത്തെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. നാലാമത്തെ കാര്യം, നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് നിങ്ങൾ അതിന്റെ തംബ്നെയിൽ സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാവും. അതായത് തംബ്നെയിൽ ഉണ്ടാക്കുകയല്ല, എങ്ങനെയാണ് ഏത് ഭാഗമാണ് യൂട്യൂബിൻ്റെത് പ്രേക്ഷകർ കാണേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെയാണ് ഈ ഹുക്ക് വർക്കാവുക എന്നുള്ളത്. ആ ഹുക്ക് എന്ന് പറയപ്പെടുന്ന ആ പ്രധാനപ്പെട്ട ഭാഗം തന്നെയായിരിക്കും. അതായത് പ്രേക്ഷകർക്ക് ഒരാൾ തട്ടി വീഴാൻ പോകുന്നതോ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്ന പോലെയോ ഒരു അമ്പരപ്പിക്കുന്ന പോലെയോ, ഒരു സുന്ദരിയായ യുവതിയാണെങ്കിൽ ആ സുന്ദരിയായ യുവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവ്മെന്റ് ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രകൃതി ഭംഗിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു ഫുഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഫുഡിന്റെ ഏറ്റവും ഉണ്ടാക്കി വെച്ച ഫുഡിന്റെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ ഷോർട്സിൽ ചേർക്കേണ്ടത്. അപ്പൊ ഇവിടെയാണ് ഈ മുകളിൽ പറഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റും കറക്റ്റ് ആയി നിൽക്കുന്നത്. ഈ ഹുക്കും കൂടെ ഇതുകൂടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇവിടെ തീർച്ചയായിട്ടും അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത് നിങ്ങളുടെ വീഡിയോസ് ഏത് സമയത്ത് ഇടണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഏത് സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഇടേണ്ടത് അതൊരു പ്രേക്ഷകന്റെ കൈകളിലല്ല. അത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഈ സമയത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാവും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും 10-15 വീഡിയോസ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന്റെ പരിജ്ഞാനത്തിൽ അവർക്ക് അറിയാൻ പറ്റും, ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീഡിയോസ് ഇട്ടാൽ എനിക്ക് കുറച്ച് വ്യൂസ് കൂടുതൽ കിട്ടും, വൈകുന്നേരങ്ങളിൽ ഇട്ടാൽ എനിക്ക് കിട്ടും, രാവിലെ ഇട്ടാൽ എനിക്ക് കിട്ടും. ആ സമയം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈ 5 കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. എങ്കിൽ നിങ്ങളുടെ വീഡിയോസ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കയറി പോകും എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു സത്യം നിങ്ങൾ വീണ്ടും തിരിച്ചറിയുക, എവിടെയാണോ നിങ്ങൾക്ക് ആ വീഡിയോസ് സ്റ്റക്ക് ആകുന്നത് അവിടെ മുതൽ ആ വീഡിയോസിന്റെ ഇത് അവസാനിച്ചു എന്നുള്ള സത്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. ഇട്ട് കഴിഞ്ഞ വീഡിയോസിനെ പറ്റി ആലോചിക്കാതെ വീണ്ടും പുതിയ വീഡിയോസിലേക്ക് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇട്ട വീഡിയോസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതുപോലെയുള്ള വീഡിയോസുകൾ വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഷോർട്സിന്റെ യഥാർത്ഥ സത്യം ഇതാണ്. ഇത് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസുമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് പരമായിട്ടുള്ള എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാം. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതേപോലെ തന്നെ യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാവിധ വർക്കുകളും നമ്മളോട് ചെറിയൊരു പേയ്മെന്റോട് കൂടി 100% ഉത്തരവാദിത്വത്തോടുകൂടി ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാവിധ വർക്കുകളും നിങ്ങൾ മോണിറ്റൈസേഷൻ ആയതാണോ, മോണിറ്റൈസേഷന്റെ എല്ലാ വർക്കുകളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചാനലിലെ ഹാക്കായി പോയോ, നിങ്ങളുടെ ചാനൽ സെറ്റിംഗ് ചെയ്യണമോ, നിങ്ങളുടെ ചാനൽ ചെക്കിംഗ് ചെയ്യണമോ, നിങ്ങൾക്ക് അപ്പീൽ ഉണ്ടോ, നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ, നിങ്ങളുടെ കോപ്പിറൈറ്റുകൾ ക്ലിയർ ചെയ്യണമോ, ഇത്തരത്തിലുള്ള എല്ലാവിധ വർക്കുകളും നമ്മൾ ഇവിടെ നിന്ന് ചെറിയൊരു പേയ്മെന്റോട് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും